ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ അല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ കമൻറ്റിൽ ഒരു കമൻറ്റെങ്കിലും ഉണ്ടാവും, ഇത്താൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിക്കുമോ, ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കാറ്. കുറേ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ, വളരെ വിരളിൽ എണ്ണാൻ പാകത്തിനേ എനിക്കുള്ളൂ. അതിൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്ന ലിപ്സ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇന്നെ ശ്രദ്ധിക്കുന്നതിലും കൂടുതൽ എൻ്റെ പുറകിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ വീട് റൂമൊക്കെ വലിച്ചു വരിയിട്ടേക്കാം ഗൈസ്, അടുക്കി പെറുക്കി വെച്ചിക്കൊന്നുമില്ല. അപ്പം പുറകോട്ട് നോക്കണ്ട, ഇന്നെ തന്നെ നോക്കാം. ഓക്കെ, ആദ്യമെല്ലാം ഞാൻ ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ് കൂടുതൽ യൂസ് ആക്കുക കേട്ടോ. ഇട്ടാൽ ചുണ്ടിൽ അറിയൂല, അങ്ങനെ ഒരു ഷെയ്ഡാണ് യൂസ് ആക്കലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് എടുത്ത് നിൽക്കുന്ന, എന്താ പറയുക, ചുണ്ടിലിട്ട് അങ്ങനെ കാണുന്ന പോലത്തെ ലിപ്സ്റ്റിക്കൊക്കെ കുറച്ച് യൂസ് ആക്കുക കേട്ടോ. അതിലൊരു വരട്ടിട്ട് നക്കാക്കി അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ ആണ് പുറത്ത് പോലെ. ഇപ്പം ഞാൻ ഇട്ട് 2-3 കോട്ടെങ്കിലും ഇടും കേട്ടോ ലിപ്സ്റ്റിക്ക്. എന്താ അറിയില്ല, ഇപ്പം എനിക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് ഇടാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കൂട്ടോ, ലിപ്സ്റ്റിക്ക് പോയോ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് റീഫിൽ ചെയ്ത് കൊടുക്കും. ഞാൻ വേഗം സംസാരിക്കുന്ന ആളാട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് ചില വാക്കുകളൊന്നും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഡാസറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഈ 2 ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന ഒന്ന് DLC 025, പിന്നെ ഒന്ന് DLC 023 എന്ന 2 ഷെയ്ഡുള്ള കേട്ടോ. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കുകളാണ്. DLC 0025 എന്ന ഷെയ്ഡാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ട്രെൻഡിങ് ആയൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറയുന്നുണ്ട്. അത്ര സ്മഡ്ജ് പ്രൂഫൊന്നുമല്ല, എന്താ പറയുക, എന്തെങ്കിലും മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കേട്ടോ നമ്മൾ വീണ്ടും ഇടണം. പക്ഷേ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. ലിപ്പിലിട്ട് കഴിഞ്ഞാൽ ലിപ്പ് ഒട്ടും ഡ്രൈ ആക്കുന്നില്ല. പിന്നെ തന്നെ മാർസിൻ്റെ ഒരു ക്രയോണാണ്, നല്ല റെഡിഷ് കളറാണ്. ഇത് ഷെയ്ഡ് വരുന്നത് എന്താ പറയുക, നോ ഫിൽറ്റർ 03 എന്ന ഷെയ്ഡാട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ L18ൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ടൗണി വുഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാട്ടോ. ഇതും നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ്, കൂടുതൽ പേരും വാങ്ങുന്നുണ്ട്. L18 ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുള്ളത് പർപ്പിൾ നിന്നാണ്. ബാക്കിയെല്ലാം ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയാണ് പർച്ചേസ് ആക്കാറ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. 4 ലിപ്സ്റ്റിക്കാട്ടോ ഞാൻ ഡെയിലി യൂസ് ആക്കണമെന്ന് പറയാൻ. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും മാർസിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക് തന്നെയാണ്. ഞാൻ കൂടുതലും പുറത്തു പോകുമ്പോൾ അതാ യൂസ് ആക്കാറ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം ഇട്ടിട്ടുള്ള ലിപ് ഷെയ്ഡ് ഡാസ്ലറിൻ്റെ 025 എന്ന ഷെയ്ഡാട്ടോ. ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, നിങ്ങൾക്ക് കറക്റ്റ് ഷെയ്ഡ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ നാച്ചുറൽ ഫേസ് ആട്ടോ ഗൈസ്. എന്ത് ലുക്ക് ഉണ്ടാവൂലേ. ഷെയ്ഡ് പറയാൻ തന്നെ കുറച്ച് മെനക്കേടാ. ഡാസ്ലറിൻ്റെ DLC 025 എന്ന ഷെയ്ഡാണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഷെയ്ഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കയ്യിലൊന്ന് വരച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്ക് ഓരോന്ന് വാങ്ങും കേട്ടോ. ഇനി ഞാൻ പുറത്ത് പോയാൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സാധനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡ്രസ്സ്, ലിപ്സ്റ്റിക്കുകൾ അങ്ങനെയാട്ടോ കൂടുതലും വാങ്ങാറ്. എനിക്ക് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ കെട്ടിയവൻ പറയും, ഇതൊക്കെ ഈ തിന്നാനാണല്ലോ വാങ്ങല്, എത്ര ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിലെന്ന്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനത്തേലൊക്കെ അല്ലേ. എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുക, പിന്നെ ഇതേപോലെ ലിപ്സ്റ്റിക്കുകൾ കുറേ വാങ്ങുക, അങ്ങനെയൊക്കെയാണ് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കേട്ടോ. അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതാണ് അവർ പോയിന്റ് അല്ലേ. പിന്നെ കുറേ പേര് ചോദിക്കണ, ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഈ ആരെ കാണിക്കാനാണ്, ഈ മേക്കപ്പൊക്കെ വാരി തേച്ചിട്ട് ആരെ കാണിക്കാനാണെന്നൊക്കെ ചോദിക്കണേക്കാം. പക്ഷെ നമ്മളാരെയും കാണിക്കാനല്ല, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയാം. നമുക്ക് കുറച്ചൊന്ന് ഒരുങ്ങി നല്ല ഹിജാബൊക്കെ ഇട്ട്, എന്താ പറയുക, നല്ല ഷെയ്ഡിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ആരെയും കാണിക്കാനൊന്നും, ഞാൻ അങ്ങനെ ഉള്ള ഒരാളാട്ടോ. അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടി നിങ്ങളെ ചടപ്പിച്ച് ലാഗാക്കണില്ല. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്താം. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചോളാം കേട്ടോ. അപ്പം ഞാൻ അതിന് മറുപടി ആയിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം.